السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തെ വ്യത്യസ്തങ്ങളായ കടമകൾ കൊണ്ടും കടപ്പാടുകൾ കൊണ്ടും ബന്ധിച്ചിരിക്കുകയാണ്. നാം അതിന്റെ പ്രാധാന്യവും അതേപോലെ തന്നെ മക്കളോട് നാം കാണിക്കേണ്ട കടമകളെ കുറിച്ച് നാം സംസാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതത്തെ ഈ ഭൂമിയിൽ നിശ്ചയിച്ചത് അങ്ങനെയാണ്. സ്വതന്ത്രമായിക്കൊണ്ട് ഒറ്റക്ക് അവനവൻ ഇച്ഛിക്കുന്നത് പോലെ, അവനവൻ ആഗ്രഹിക്കുന്നത് പോലെ, അവനവന്റെ തീരുമാനത്തിനനുസരിച്ച് ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങളല്ല ദുനിയാവിലെ കർമ്മങ്ങൾ. അവൻ കടമകൾ കൊണ്ടും കടപ്പാടുകൾ കൊണ്ടും കർത്തവ്യങ്ങൾ കൊണ്ടും ബന്ധിതനാണ്. ഒരു വിജയകരമായ ഒരു സാമൂഹ്യ ജീവിതത്തിന് ഇത് വളരെ പ്രധാനമാണ്. വിജയം കൈവരിച്ചൊരു സമൂഹം, വിജയം കൈവരിച്ചൊരു കുടുംബം, അതിന് പരസ്പരമുള്ള കടമകളും കർത്തവ്യങ്ങളും പൂർത്തിയാക്കൽ വളരെ പ്രധാനമാണ്. അതില്ല എങ്കിൽ എല്ലാം ശിഥിലമാണ്. എല്ലാം ശിഥിലമാണ്. മക്കളെ നല്ല രൂപത്തിൽ പോറ്റി വളർത്താത്ത മാതാപിതാക്കൾ തലമുറക്ക് കൈമാറുന്നത് ദുരന്തമാണ്. ഒരു സമൂഹത്തെ ദുരന്തത്തിലേക്ക് നയിക്കാൻ വീട്ടിലെ ഉപ്പാക്കുമാക്കും പറ്റും. എങ്ങനെ? അവരെ വീട്ടിൽ വളരുന്ന മക്കൾ തോന്നിയതുപോലെ അവരെ ജീവിക്കാൻ വിട്ടാൽ മതി. അവർ വളർന്നു വരുന്ന സമൂഹത്തിൽ ഏറ്റവും വിനാശകാരികളായ, ദുരന്തം വിതക്കുന്ന, നാശം വിതക്കുന്നവരായിട്ട് അവർ വളർന്നു വരും. അപ്പം മാതാപിതാക്കളുടെ മക്കളോടുള്ള കടമകൾ അവിടെ പ്രസക്തമാവുകയാണ്. ഒരു മകനെ, മകളെ എങ്ങനെ നിങ്ങൾ വളർത്തണം എന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും നിർദ്ദേശങ്ങൾ പ്രസക്തമാകുന്നത് അവിടെയാണ്. നാളത്തെ തലമുറക്ക് നിങ്ങൾ കൈമാറുന്ന മക്കൾ അത് നാളത്തെ തലമുറക്ക് മൂല്യങ്ങൾ നൽകുന്നവരാവണം. സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരം വെച്ച് പുലർത്തുന്നവരാവണം എന്ന നിർബന്ധ ബുദ്ധി മാതാപിതാക്കൾക്ക് ഇസ്ലാം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം ആലോചിക്കുന്നത് മുതൽ നിങ്ങൾ മക്കളോടുള്ള കടപ്പാടുകൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. നല്ലൊരു ഉമ്മാനെ നൽകണം മക്കൾക്ക്, അല്ലെ? നമ്മൾ സംസാരിച്ചു. രണ്ടാമത്തെ വിഷയം, പ്രിയപ്പെട്ടവരെ, വളർന്നു വരുന്ന മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ ശക്തമായും കണിശമായും ആ ഒരു കടമയെയും കർത്തവ്യത്തെയും ബാധ്യതയും പഠിപ്പിച്ചു. ലവലേശം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കാൻ നമുക്ക് കഴിയാത്ത രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ വാചാലമായി.
പരിശുദ്ധ ഹദീസുകൾ ആ വിഷയത്തിൽ കണിശമായ നിലപാട് പറഞ്ഞു. മാതാപിതാക്കളുടെ വിഷയത്തിൽ കാരണം സമൂഹത്തിന്റെ കെട്ടുറപ്പിന്, വിജയകരമായ ഒരു സമൂഹത്തിന്, സ്നേഹവും കരുണയുമുള്ള മനസ്സിന്റെ നിർമ്മാണത്തിന് ആ ഒരു ബന്ധം, ആ ഒരു കടമ, കർത്തവ്യം അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ ആ രീതിയിലാണ് മാതാപിതാക്കളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയത് തന്നെ. എന്തിന് നിങ്ങൾ അവരോട് കടമകൾ കാണിക്കണം? എന്തിന് മാതാപിതാക്കളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം? അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കാരണം കാരുണ്യമുള്ള മനസ്സിനല്ലാതെ അത് സാധിക്കൂല. സ്നേഹമുള്ള മനസ്സിനല്ലാതെ അത് സാധിക്കൂല. മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ള മനസ്സിനല്ലാതെ മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ സാധിക്കൂല. അവർക്കേ സാധിക്കുള്ളൂ. കുറച്ച് മനുഷ്യത്വമുള്ള, കുറച്ചെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ വാത്സല്യമുള്ള, കുറച്ചെങ്കിലും നന്മയുള്ളവർക്കേ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ പറ്റുള്ളൂ. അള്ളാഹു നിർബന്ധമാക്കി ആ ഒരു കാരുണ്യവും വാത്സല്യവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം മാതാപിതാക്കൾ അങ്ങനെയുള്ളവരാണ്. ഓരോന്നിന്റെ പിന്നിലേക്ക് ആലോചിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ വിജയകരമായ മുന്നോട്ടുള്ള പോക്കിന് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങളെയാണ് പരിശുദ്ധ ഖുർആൻ കണിശമായിട്ട് നമ്മളോട് കൽപ്പിച്ചത് എന്ന ബോധം നമുക്കുണ്ടാവും. വെറുതെ ചിന്തിച്ചാൽ പോരാ, മാതാപിതാക്കൾ നമ്മളെ പ്രസവിച്ചു, നമ്മളെ പോറ്റി, അതുകൊണ്ട് അവരോട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അല്ല, അതില്ല എങ്കിൽ മനുഷ്യൻ തകർന്ന് തെരിപ്പിടമായി പോവും. പിന്നെ മനുഷ്യത്തിൽ സ്വന്തം ഉമ്മാനോട് കാരുണ്യം കാണിക്കാത്തവനെങ്ങനെ ആരാനോട് കാരുണ്യം കാണിക്കുക? സ്വന്തം ഉപ്പാനെ ബഹുമാനിക്കാൻ കഴിയാത്തവൻ എങ്ങനെയാ ആരാന്റെ ഉപ്പാനെ ബഹുമാനിക്കുക? അവിടെയാണ് നമ്മൾ അറിയിക്കേണ്ടത്. സ്വന്തം പെറ്റ് പോറ്റിയ ഉമ്മാനോട് വാത്സല്യം തോന്നാത്തവൻ എങ്ങനെയാ ആരോടോ വാത്സല്യം തോന്നാ? അവിടുന്ന് തുടങ്ങാണ് മാതാപിതാക്കളോടുള്ള കാരുണ്യവും സ്നേഹവും ഇഹ്സാനും പഠിപ്പിച്ച ഇസ്ലാം. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു അയൽവാസികളോട് വേണം, കുടുംബക്കാരോട് വേണം. മാതാപിതാക്കളോടില്ലാത്തവൻ എങ്ങനെയാ അയൽവാസികളോട് സ്നേഹം? ആരാന്റെ ഉപ്പാനോട് ഉമ്മാനോട് സ്നേഹം കാണിക്കോ? സ്വന്തം ഉപ്പാനോട് ഉമ്മാനോട് സ്നേഹം കാണിക്കാത്തവൻ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം നിർബന്ധമാക്കിയ കടപ്പാടുകളും കർത്തവ്യങ്ങളും ഒന്നിനോടൊന്ന് ബന്ധിതമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് വീഴ്ച സംഭവിച്ചാൽ അത് അങ്ങത്തോളം വീഴ്ചകൾ സംഭവിക്കും. പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോടുള്ള കടമകൾ പറയുന്നിടത്ത് അള്ളാഹു ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ ഏറെ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങളും പരിശുദ്ധ ഖുർആൻ ഒരു വിഷയത്തെ ചർച്ച ചെയ്യാൻ ഉപയോഗിച്ച വാക്കുകളും ഒരു വിഷയത്തെ അള്ളാഹു അവതരിപ്പിക്കാൻ ഉപയോഗിച്ച രീതികളും വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഓരോ വിഷയങ്ങളെയും അള്ളാഹു ചർച്ചക്കെടുക്കുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് അതിന്റെ പ്രയോഗത്തിൽ അള്ളാഹു മാറ്റം വരുത്തുന്നുണ്ട്. ചില വിഷയങ്ങൾ അള്ളാഹു ആവർത്തിച്ച് പറയുന്നത് ആ വിഷയത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ചില വിഷയങ്ങൾ നരകവുമായി അള്ളാഹു ബന്ധിപ്പിച്ച് സംസാരിക്കും, ആ വിഷയത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു. ചില വിഷയം സ്വർഗവുമായിട്ട് അള്ളാഹു ബന്ധിപ്പിച്ച് സംസാരിക്കും, ആ വിഷയം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്നു. ചില വിഷയങ്ങൾ കുഫ്റുമായി അള്ളാഹു ബന്ധിപ്പിക്കുന്നു, ചില വിഷയങ്ങൾ ശിർക്കുമായി അള്ളാഹു ബന്ധിപ്പിക്കുന്നു. ഈ രൂപത്തിൽ അള്ളാഹു ഏതൊരു വിഷയം സംസാരിക്കുമ്പോഴും അതിനെ ഏതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത് എന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിനെ പഠന വിധേയമാക്കുന്ന ഓരോരുത്തർക്കും വെളിവാകുന്ന, വ്യക്തമാകുന്ന ഒരു വസ്തുതയാണ്. എന്നിരിക്കെ പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയാണ്. സൂറത്തുൽ ഇസ്രാ പല സ്ഥലത്തും അള്ളാഹു ഇത് ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹു പറഞ്ഞു തുടങ്ങിയത് وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ. അള്ളാഹു തൗഹീദ് കൊണ്ട് തുടങ്ങാണ്. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് നിനക്ക് തീരുമാനിച്ചിരിക്കുകയാണ്, നിനക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിനക്ക് വിധി തന്നിരിക്കുകയാണ്. എന്താണ്? അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ നീ ആരെയും ആരാധിക്കരുത്. ശക്തമായ പ്രഖ്യാപനം, ശക്തമായ അള്ളാഹുവിന്റെ താക്കീത്. അള്ളാഹുവിനെ അല്ലാതെ രണ്ടാമതൊരാളെ നീ ഇലാഹായിട്ട് സ്വീകരിക്കരുത്. നിന്റെ റബ്ബ് നിനക്കത് വിധിച്ചതാണ്, അത് നിന്റെ ജീവിതത്തിൽ നീ ചെയ്തേ പറ്റൂ. വഖദാ റബ്ബുക്, എന്താണ്? അല്ലാ തഅബുദൂ, നീ ആരാധിച്ചു പോകരുത്, ഇല്ലാ ഇയ്യാഹ്, അവനെ അല്ലാതെ നീ ആരാധിക്കരുത്. ശക്തമായ തൗഹീദിന്റെ ഭാഷയിൽ
ശക്തമായ ഭാഷയിൽ അള്ളാഹു തൗഹീദ് അവിടെ സ്ഥാപിച്ചു. എന്നിട്ട് അള്ളാഹു അതിനോട് ചേർത്ത് പറയാൻ അള്ളാഹു തീരുമാനിച്ച വിഷയം വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മയും ചെയ്യണമെന്ന് ഞാനിതാ നിങ്ങൾക്ക് വിധിക്കുകയാണ്. അള്ളാഹു തൗഹീദിനെ കൽപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം. മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം. മാതാപിതാക്കളെ അനുസരിക്കൽ വേറെ, മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യൽ വേറെ. മാതാപിതാക്കളെ അനുസരിക്കണം എന്നല്ല പറഞ്ഞു, മാതാപിതാക്കളെ അനുസരിക്കണം എന്ന വാക്കല്ല ഉപയോഗിച്ചത്. മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാൻ അനുസരണക്ക് മുകളിലാണ്. ബാപ്പൊരു കാര്യം പറയാ, അത് കേട്ടു, അത് ചെയ്തു എന്നത് അനുസരണയാണ്. അതിൻ്റെ അപ്പുറം എൻ്റെ ബാപ്പാക്ക് ആവശ്യമുള്ള സംഗതികളാണ് അത് എന്നറിഞ്ഞ് ആ ബാപ്പാക്ക് അതിനേക്കാൾ ഭംഗിയായിട്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അത് അനുസരണയുടെ മുകളിൽ ഇഹ്സാനായി ബാപ്പാനോട് ഉമ്മാനോട്. ഒരു നിലക്കും അവരുടെ മനസ്സിനെ സങ്കടപ്പെടുത്താത്ത രൂപത്തിൽ ഒരു മകൻ ഒരു മകൾ ആ മാപ്പാക്കും ഉമ്മാക്കും ചെയ്യുന്ന നന്മകൾ, അതാണ് ഇഹ്സാൻ. അല്ല അവർ ആവശ്യപ്പെട്ടിട്ട് ചെയ്തു കൊടുക്കുന്നത് കൽപ്പന അനുസരിക്കലായി, ആവശ്യത്തെ പൂർത്തിയാക്കലായി. ഇഹ്സാൻ അതിന്റെ മുകളിലാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? നിങ്ങൾ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം, ഇഹ്സാൻ ഉള്ളവരാവണം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അള്ളാഹു നിർത്തിയില്ല, അള്ളാഹു നിർത്തിയില്ല. പരിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളെ പറഞ്ഞെടുത്ത് അള്ളാഹു വീണ്ടും വാചാലമാകുന്നു. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിന്റെ കലാം അള്ളാഹു വളരെ രസകരമായ ശൈലിയിൽ, വളരെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ പാകത്തിന് അള്ളാഹു ആ പ്രയോഗങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നു. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنحرهما وقل لهما قولا كريما. അല്ലാഹു പറഞ്ഞു, അവർ രണ്ടുപേരോ അല്ലെങ്കിൽ രണ്ടിൽ ഒരാളോ വാർദ്ധക്യത്തിൽ നിങ്ങളടുത്തുണ്ട് എങ്കിൽ, പ്രായമായ ഉപ്പയോ ഉമ്മയോ നിങ്ങളെ കൂടെ ഉണ്ട് എങ്കിൽ, രണ്ടാൽ ഒരാൾ ഔ കിലാഹുമ അല്ലെങ്കിൽ രണ്ടുപേരും നിങ്ങളടുത്തുണ്ട് എങ്കിൽ, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് നിങ്ങൾ ഛേ എന്ന വാക്ക് പറയരുത്. അള്ളാഹു വിശദീകരിച്ച് അള്ളാഹു ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അള്ളാഹു ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. എന്ത് ചെയ്യരുതെന്ന് കൂടി പറയാണ്. അത് ഖുർആന്റെ രീതിയാണ്. അല്ല, ചിലര് പറയും നന്മ മാത്രം പറഞ്ഞാൽ മതി, എന്തിനാ തിന്മ വിലക്കുന്ന? നന്മ മാത്രം പറഞ്ഞാൽ മതി, നിങ്ങൾ അത് ചെയ്യണം, നിസ്കരിക്കണം, നോമ്പ് നോക്കണം, സദഖ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം പറഞ്ഞാൽ മതി. എന്തിനാണ് നിങ്ങൾ ബിദ്അത്തായ നിസ്കാരം നിസ്കരിക്കരുത് എന്ന് എന്തിനാ പറയുന്നേ? അള്ളാഹനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് മൊയ്തീൻ ശൈഖിനെ വിളിക്കരുത് എന്ന് പറയുന്നേ? നല്ല ഇസ്ലാം, അങ്ങനെ അവരായി ചിന്തിച്ചുണ്ടാക്കിയ ഒരു ഭംഗിയുള്ള ഇസ്ലാം അവരുണ്ടാക്കി. അള്ളാഹ് പറഞ്ഞ ഇസ്ലാം അതല്ല. നന്മ കൽപ്പിക്കാനും തിന്മ നിരോധിക്കാനും അത് അള്ളാഹുവിന്റെ ശൈലിയാ, പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയാ, നബവി മനഹജിന്റെ രീതി അതാ. ശിർക്ക് തൗഹീദിൽ ജീവിക്കണം, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല അള്ളാഹ്. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ അള്ളാഹു അല്ലാത്ത താഗൂത്തിനെ നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടരുത്. അപ്പൊ അള്ളാഹു മാത്രമാണ് ഖാലിഖ് എന്ന് പഠിപ്പിക്കുമ്പോൾ, അള്ളാഹു മാത്രമാണ് മാലിക് എന്ന് പഠിപ്പിക്കുമ്പോൾ, അള്ളാഹു മാത്രമാണ് മുദബ്ബിർ എന്ന് പഠിപ്പിക്കുമ്പോൾ, ഈ നിങ്ങൾ വിളിച്ചു തേടുന്ന ജാറങ്ങളിൽ കിടക്കുന്നവർ മുദബ്ബിർ അല്ല എന്നുകൂടി പറയണം. അപ്പോഴാണ് പൂർണ്ണത. നിങ്ങളെ വിളിച്ചു തേടുന്നവർ ഒരു ഖാലിഖ് അല്ല, മരിച്ചവരെ ജീവിപ്പിക്കാനോ അല്ലെങ്കിൽ പെണ്ണിനെ ആണാക്കാനോ കഴിയുന്ന ആരും ഈ ഭൂമിയിലില്ല എന്നുകൂടി പറയണം. ഒരു ശൈഖിനും അങ്ങനെ കഴിഞ്ഞിട്ടില്ല, കഴിയൂല, ഒരു തങ്ങൾക്കും അങ്ങനെ കഴിയില്ല എന്ന് പഠിപ്പിക്കണം, അതിന്റെ കൂടെ പഠിപ്പിക്കണം. എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചില ആളുകളെയൊക്കെ നമ്മളിങ്ങനെ ഉടക്കുന്ന? എന്തിനാണ്? അവരോടൊക്കെ നല്ലവർക്ക് പോയാൽ പോരെ? എന്തിന്? ആർക്കും വേണ്ടി നല്ലവർക്ക് പോകേണ്ടത്? ആരെ ബോധ്യപ്പെടുത്താൻ? എന്ത് കിട്ടാൻ? അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ദീനിലേക്കൊന്നും പ്രിയപ്പെട്ടവരെ നമ്മളില്ല. നമ്മുടെ സലഫ് സാലിഹ്യങ്ങളായ
മുവഹിദീങ്ങളായ സലഫുസ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന മനഹജിത, നബവി മനഹജിത. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് നിങ്ങൾ നന്മ കാണിക്കണം എന്ന് പറഞ്ഞ് നിർത്തിയില്ല. നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവർക്ക് ഇന്നത് ചെയ്തു കൊടുക്കണം, ഇന്നത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അള്ളാഹു അതിന്റെ മറുഭാഗത്ത് നിങ്ങൾ എന്ത് കൂടി ചെയ്യരുത് എന്നുള്ള പറയാ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ഛേ എന്ന വാക്ക് പോലും നിങ്ങളെ വായിന്ന് വരല്ലേ. അവരെ അനിഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന, ഒരു വേള അവരുടെ മുഖത്ത് എന്തെങ്കിലും പ്രയാസത്തിന്റെ ഒരു മിന്നിമറയൽ തോന്നും വിധം നിങ്ങളുടെ വായിൽ നിന്നും ഛേ എന്നൊരു വാക്ക് പോലും നിങ്ങൾ ഉരിയാടല്ലേ എന്ന് ഖുർആൻ. ഉടമസ്ഥനായ അള്ളാഹു, ആകാശഭൂമികളെ സർവസത്തെയും പടച്ചവൻ, ഈ കാണുന്ന അണ്ടകടാഹങ്ങളെ സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, ഏതോ ഒരു വീട്ടിന്റെ കോണിൽ ചുക്കിച്ചുളിഞ്ഞ തൊലിയുമായിരിക്കുന്ന ഒരു ഉപ്പാനെ പറ്റി സംസാരിക്കുക, ഒരു ഉമ്മാനെ പറ്റി സംസാരിക്കുക. ആർക്കും വേണ്ടാത്ത കഴിഞ്ഞ കാലങ്ങളുടെ ഭൂതകാലത്തെ കുറിച്ചോർത്ത് വ്യസനിക്കുന്ന മനസ്സുമായിട്ട് വീട്ടിന്റെ ഏതോ ഒരു കോണിൽ ചാരുകസാലയിൽ ഇരുന്ന് കണ്ണീർ തുള്ളികൾ പൊഴിക്കുന്ന ഉമ്മാനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ വാചാലത അത് മനസ്സിലാക്കാൻ ഉമ്മത്തിൽ ആളില്ലാതായി പോയി അല്ലെ. അത് തിരിയണം നമുക്ക്. അപ്പോഴാണ് നമുക്ക് ദീന തിരിയ, അപ്പോഴാണ് നമുക്ക് തൗഹീദ് തിരിയ. എന്തിനാ അള്ളാഹു തൗഹീദുമായി കണക്ട് ചെയ്തത്? അള്ളാഹുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കാൻ സ്വന്തം പെറ്റ ഉമ്മാന്റെ വിഷയത്തിൽ, സ്വന്തം വീട്ടിലുള്ള തന്റെ കണ്ണുകൊണ്ട് കാണുന്ന തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെയും ഉമ്മാന്റെയും വിഷയത്തിൽ അവരോടുള്ള കടമയിലും കർത്തവ്യത്തിലും കണിശത കാണിക്കാത്തവൻ അവന് പിന്നെ ആരോടുള്ള കണിശതയെ കാണിക്കുക? അവന് പിന്നെ ദീൻ പാലിക്കാൻ പ്രയാസാണ്. അള്ളഹാനോട് സ്നേഹം ഉപ്പാനോട് ഉമ്മാനോട് സ്നേഹം കാണിക്കാത്തവൻ, അവന്റെ കണ്ണിൽ മുന്ന് കാണുന്ന, അവന്റെ കണ്ണുകൊണ്ട് അവൻ കണ്ട് മനസ്സിലാക്കിയ ഉപ്പയുടെയും ഉമ്മയുടെയും ത്യാഗവും, അവർ ഈ അവസ്ഥയിൽ ഞാൻ എത്താൻ അവർ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട്, ഇതിന്റെ പിന്നിൽ എത്രത്തോളം രാത്രികൾ അവർ ഉറക്കൊഴിച്ചിട്ടുണ്ട്, എത്രത്തോളം പകലുകൾ അവർ പട്ടിണി കിടന്നിട്ടുണ്ട് എന്നതിനെ കണ്ട് അറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒരുത്തൻ അവൻ ഉപ്പാനോടും ഉമ്മാനോടും കാണിക്കുന്ന സ്നേഹത്തിന്റെ അളവ് അവന്റെ ദീനിന്റെ മറ്റെല്ലാത്തിനും അത് ബാധിക്കും. എന്നിട്ടല്ല അവൻ അള്ളാഹിനെ സ്നേഹിക്കുക, അവൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? കണ്ണുകൊണ്ട് കാണാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ സ്നേഹിക്കണമെങ്കിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ആദ്യം അതിനുള്ള ഒരു അവസ്ഥയുണ്ടാവണം. സ്നേഹിച്ച് ശീലിക്കണം അവൻ, ഉപ്പാനെ സ്നേഹിച്ച് ശീലിക്കണം അവൻ, ഉമ്മാനെ സ്നേഹിച്ച് ശീലിക്കണം അവൻ. ആ മനസ്സിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിയൂ. ചെറുപ്പത്തിലെ തന്നെ പോറ്റി വളർത്തിയ ഉമ്മാനോട് ക്രൂരമായിട്ട് പെരുമാറുന്നവൻ എങ്ങനെയാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം പറഞ്ഞിട്ട് അവൻ എങ്ങനെ കരയാ? ഉമ്മാന്റെ അവസ്ഥ കണ്ണുകൊണ്ട് കണ്ടിട്ട് കരയാത്തവൻ, ഉമ്മാന്റെ അവസ്ഥ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഉമ്മാനോട് ലാളന തോന്നാത്തവൻ, വാത്സല്യം തോന്നാത്തവൻ, ആ ഉമ്മാനോട് സ്നേഹം തോന്നാത്തവൻ, അവൻ എങ്ങനെയാ അബൂബക്കറിനെയും ഉമറിനെയും ബിലാലിന്റെ ചരിത്രം കേട്ടിട്ട് കരയാ? അവനെങ്ങനെയാ കരയാൻ കഴിയാ? അവനെങ്ങനെയാ സുമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ക്രൂരമായ അബൂജഹലിന്റെ പീഡനത്തിനിരയായ ആ സഹാബി വനിതയുടെ ചരിത്രം കേട്ടിട്ട് കരയാൻ? അവന്റെ സ്വന്തം വീട്ടിലുള്ള ഉമ്മാന്റെ പ്രാരാബ്ദങ്ങൾ കണ്ട് അല്ലെങ്കിൽ ഉമ്മാന്റെ പ്രയാസങ്ങൾ അറിഞ്ഞ് ആ ഉമ്മാക്ക് സ്വാന്തനപ്പെടുത്താൻ കഴിയാത്ത മോനെങ്ങനെയാ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കേട്ടിട്ട് കരയാൻ പറ്റുക? കണക്റ്റഡ് ആണെല്ലാം. നമ്മൾ വെറുതെ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു പറഞ്ഞു, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ ഛേ എന്ന് പോലും പറയരുത്. വലാ തൻഹർഹുമാ, നിങ്ങൾ അവരെ വിരട്ടരുത്, അരുത്. അള്ളാഹ് പറയാ, അള്ളാഹ് കൽപ്പിക്ക, അരുത്. അവരെ വിരട്ടല്ലേ? ആരാ അവര്? ആരോ പഠിപ്പിക്കല്ല, അള്ളാഹ് പഠിപ്പിക്കാണ്. ആരാണ് അവര്? അവരെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ ഉപ്പാനും ഉമ്മാനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങൾ എന്ത് കരുതി? നിങ്ങൾ ഒന്നുമല്ലാത്ത സമയത്ത് ഒന്ന് ചിന്തിക്കിൻ. ഒന്നുമല്ലാത്ത സമയത്ത് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാതെ വിട്ടിരുന്നെങ്കിൽ എന്തൊക്കെ ആവുമായിരുന്നു ചെറിയ കുഞ്ഞ്? ആ ഉമ്മാന്റെ ഇഷ്ടമുള്ള പോലെ ഉമ്മ ജീവിക്കാൻ തുടങ്ങിയാൽ, ചെറിയ കൈക്കുഞ്ഞുള്ള ഉമ്മാക്ക് ഇഷ്ടമുള്ള പോലെ ഉറങ്ങാൻ തീരുമാനിച്ചാൽ പട്ടിണിയെ കടന്ന് മരിക്കൂലേ ആ കുഞ്ഞ്? ആ പാല് കിട്ടാതെ മരിക്കൂലേ ആ കുഞ്ഞ്? ഉപ്പ സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാൻ തുടങ്ങി, ഉപ്പാരെ ഇഷ്ടം പോലെ ഉപ്പ തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങിയ ആ വീട്ടിലെ മോനെയും നോക്കാൻ ആ ഉപ്പ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ എന്താകുമായിരുന്ന ഒരു അവസ്ഥ? അതെ, പരിശുദ്ധ ഖുർആൻ അതിന്റെ ഇഹ്സാനാണ് തിരിച്ചു ചെയ്യാൻ പറഞ്ഞത്. അതിന്റെ ഇഹ്സാനാണ് തിരിച്ചു ചെയ്യാൻ പറഞ്ഞത്.
അവരെ നിങ്ങൾ വിരട്ടരുത്. ഇത് നിങ്ങൾ ഒരുപക്ഷെ വലിയ ആളുകളായിരിക്കാം, അവരെക്കാൾ ചിന്താശേഷിയുള്ള, അവരെക്കാൾ മിടുക്കുള്ള, അവരെക്കാൾ സാമ്പത്തിക ഭദ്രതയുള്ള, അവരെക്കാൾ കയ്യൂക്കുള്ള, അവരെക്കാൾ എല്ലാം കൊണ്ടും സ്വാധീനമുള്ള, ആൽബളമുള്ള, എല്ലാം കൊണ്ടും പൂർണ്ണരായിരിക്കാം നിങ്ങൾ. എന്നാലും അവരെ വിരട്ടി സംസാരിക്കല്ലേ. ഞാൻ പറയുന്നത് കേട്ടോളൂ, ഞാൻ പറയുന്നത് കേട്ടോളൂ. നിങ്ങളാരത് പറയാൻ? ആരോടാ? ഉമ്മാനോട്, ഉപ്പാനോട്. എന്നിട്ട് വലിയ ദീനിന്റെ ആള്, എന്നിട്ട് വലിയ സംസ്കാര ബോധമുള്ള ആള്, എന്നിട്ട് നാട്ടിലെ സാംസ്കാരിക സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടുക. നാട്ടിലെ സാംസ്കാരിക സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടുന്ന മോൻ, അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മാനോട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അവന്റെ ഉപ്പാനോട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അവന്റെ ഉപ്പാനെ ബഹുമാനിക്കാൻ അറിയില്ല. എന്നിട്ട് നാട്ടിലിറങ്ങിയിട്ട് പൊതുജനത്തിന്റെ മുന്നിൽ നാട്ടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കാൻ അവൻ. അതാണ് സത്യം. അള്ളാഹു പറയാണ് ഫലാ തൻഹറുഹും, അവരെ വിരട്ടരുത്, അവരോട് വിരട്ടൽ സംസാരിക്കല്ലേ. അവർ നിന്റെ ഉമ്മയാണ്. എന്തും പറയാൻ, അവരെന്തും പറയട്ടെ, അത് കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ്. നിനക്ക് നിന്റെ നാവക്ഷരങ്ങൾക്ക് വഴങ്ങാത്ത കാലം നിനക്ക് അക്ഷരത്തിന്റെ ആദക്ഷരം പഠിപ്പിച്ചു തന്ന ഉമ്മ, ആ ഉമ്മയെ നീ നിന്റെ നാവ് കൊണ്ട് വിരട്ടല്ലേ. ഖുർആൻ നീ വളർന്ന് വലുതാകുമ്പോൾ നിന്നെ എന്തൊക്കെ പഠിപ്പിക്കണമെന്ന് ചിന്തിച്ച ബാപ്പ, നിനക്ക് എന്തൊക്കെ നൽകണമെന്ന് ചിന്തിച്ചു ആ ബാപ്പ. രാവും പകലുമില്ലാതെ എന്റെ മോനെ എന്തൊക്കെ പഠിപ്പിക്കണം, എന്റെ മോനെ എന്തൊക്കെ ആക്കണം, ഏതൊക്കെ സംവിധാനങ്ങളിലൂടെ അവനെ കൊണ്ടുപോകണം, ഏതൊക്കെ വിദ്യാഭ്യാസങ്ങൾ അവനെ നൽകണം. അവനെ ഏതെങ്കിലും ലോക്കലിൽ പഠിപ്പിച്ചാൽ പോരാ, എന്റെ മോൻ എന്നേക്കാൾ വളരണമെന്ന് രാവും പകലുമില്ലാതെ ചിന്തിച്ചു. അതിനുവേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം, അതെല്ലാം സമാഹരിക്കാൻ, അതെല്ലാം ഒരുമിച്ച് കൂട്ടാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചു ആ ബാപ്പ. ഇന്ന് മകൻ പഠിച്ചു വളർന്ന് വിദ്യാഭ്യാസത്തിന്റെ 7 ആകാശങ്ങളും കീഴടക്കി അവന്റെ ബാപ്പാന്റെ മുന്നിൽ നിന്ന് അവൻ കയറിക്കാണ്. നിങ്ങൾ ആരാണ് എന്നോട് ഇത് പറയാൻ? തലകുനിച്ചു പോകുന്നു ബാപ്പമാർ. അല്ലേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ എന്തിനാണ് ഇത്ര വാചാലമായത്? മാതാപിതാക്കളുടെ വിഷയത്തിൽ, സ്വന്തം ഉപ്പാന്റെയും ഉമ്മാന്റെയും വിഷയത്തിൽ ഈ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയാത്തവൻ, അവന് സമൂഹത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അവൻ നാട്ടുകാർക്ക് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അവന്റെ ഭാവിയിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്കോ, അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കൾക്കോ, അല്ലെങ്കിൽ അവന്റെ ഭാര്യക്കോ അവനൊരു നന്മയും ചെയ്യാൻ പോകുന്നില്ല. അവന്റെ ഉപ്പാക്കുമ്മാക്ക് അവൻ നന്മ ചെയ്യാത്തെടുത്തോളം കാലം ഭാര്യക്ക് നല്ല മാപ്പിള, പക്ഷെ ഉമ്മാക്ക് ചിന്തിക്കാൻ പോലും കിട്ടാത്ത മോൻ. അങ്ങനെ ഇല്ല, അത് കള്ളമാണ്. ആ ഭാര്യക്ക് ആ ഭർത്താവ് കള്ളനാണ്, അവൻ ചതിയനാണ്. ഇല്ല, ആ ഭാര്യയ്ക്ക് മുമ്പിൽ അവൻ കാണിക്കുന്നത് നാടകമാണ്. അവന്റെ സ്നേഹം അത് സത്യസന്ധമാണെങ്കിൽ അവൻ അത് ഉമ്മാക്ക് നൽകുമായിരുന്നു, അവന്റെ ഉമ്മാനെ അവൻ സ്നേഹിക്കുമായിരുന്നു. ഒരു മകൻ അവന്റെ ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഭാര്യക്ക് സന്തോഷിക്കാം, ഇയാളുടെ സ്നേഹം സത്യമാണ്, ഇയാൾ എന്നെയും സ്നേഹിക്കും. കാരണം സത്യസന്ധമായ ഹൃദയം കൊണ്ടേ ഒരാൾക്ക് ഉമ്മാനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അത് ഭാര്യന്റെ മുമ്പിൽ നാടകം കാണിക്കും. ഭയങ്കര സ്നേഹിക്കുന്ന ഭർത്താവാണ്, ഉമ്മാന്റെ അടുത്തെത്തുമ്പോൾ കൊലം മാറുക. അസലതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഭാര്യയുടെ മുഖത്തും ആ രൂപത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ അടിസ്ഥാനം പഠിപ്പിച്ചു ഖുർആൻ. ഫലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. അല്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നിങ്ങൾ അവരോട് മാന്യമായിട്ട് സംസാരിക്കുന്നു. അല്ലാഹ് പഠിപ്പിക്കുക. അള്ളാഹു പഠിപ്പിക്കുന്നു വീട്ടിലുള്ള ഉപ്പാനോടും ഉമ്മാനോടും എങ്ങനെ നീ സംസാരിക്കണമെന്ന്. മനുഷ്യ, നീ എങ്ങനെ വേണം നിന്റെ ഉപ്പാനോട് സംസാരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുക. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായിട്ട് നീ സംസാരിക്കുക. കാരണം മാന്യമായ നിന്റെ സംസാരത്തിന് അവകാശികളും അർഹരുമാണവർ. മാന്യമായ നിന്റെ ഇടപെടലിന് ഏറ്റവും യോഗ്യരായവർ അവരാണ്. നീ നാട്ടുകാരെടുത്ത് പോയിട്ട് വലിയ മാന്യനായിട്ട് ജീവിക്കാൻ നോക്കല്ലേ. ആദ്യം നിന്റെ വീട്ടിൽ നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും മാന്യത കാണിക്കേ. അവരാണ് നിന്റെ മാന്യതയ്ക്ക് ഏറ്റവും വലിയ അവകാശികൾ, അർഹരവരാണ്. അതുകൊണ്ട് അവരോട് നീ മാന്യത കാണിക്കേ. ഉപ്പാനോട് മാന്യനായി പെരുമാറ്. ഉമ്മാന്റെ മുമ്പിൽ മാന്യതയോടുകൂടി സംസാരിക്കേ. എന്നിട്ടാവാം നാട്ടുകാരോട് മാന്യനാവൽ, എന്നിട്ടാവാം ബാക്കിയുള്ളവർക്കും മുന്നേ മാന്യനാവൽ. സ്വന്തം ഉപ്പാനോടും ഉമ്മാനോടും നീ മാന്യമായിട്ട് സംസാരിക്കുന്നു. വഖുൽ ലഹുമാ ഖൗലൻ കരീമ. അള്ളാഹു പറയാ, നിർത്തിയില്ല. പോരാ, ഉപ്പാനെയും ഉമ്മാനെയും കുറിച്ച് കുറച്ചും കൂടി മനുഷ്യരെ ഞാൻ സംസാരിക്കാണ്. അള്ളാഹു പറയാ,
എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഖ്ഫിർ ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ വഖ്ഫിർ ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ. ഇസ്മേൽ പറഞ്ഞതൊന്നും പോരാഞ്ഞിട്ട് അല്ലാഹു വീണ്ടും വാചാലമാവുകയാണ്. അല്ലാഹു പറയുകയാണ് വഖ്ഫിർ ലഹുമാ, അവർ രണ്ടു പേർക്കും വേണ്ടി നീ വിരിച്ചു കൊടുക്കണം, നീ താഴ്ത്തി കൊടുക്കണം. ജനാഹൽ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ വാത്സല്യത്തിന്റെ ചിറകുകൾ. അല്ലാഹു രസകരമായി അല്ലാഹു അതിനെ പ്രയോഗിക്കണം. കാരുണ്യത്തിന്റെ ചിറകുകൾ. സാഹിത്യം അല്ലെ, മനോഹരമായ ഭാഷയിൽ അല്ലാഹു പറയാണ് വഖ്ഫിർ ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കണം. കാരുണ്യത്തിന്റെ വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ ചിറകുകൾ അല്ലെ, ഒരമ്മ പക്ഷി കുഞ്ഞുങ്ങൾക്ക് വിരിച്ചു കൊടുക്കുന്നത് പോലെ നമ്മൾ കാണാം പ്രകൃതിയിൽ അല്ലെ. എന്തെങ്കിലും അക്രമങ്ങൾ വരുമ്പോൾ ആ അമ്മപ്പക്ഷി ആ കുഞ്ഞുങ്ങളെ എല്ലാം തന്റെ ചിറകിൽ സുരക്ഷിതമായ രൂപത്തിൽ അണച്ച് കൂട്ടിപ്പിടിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന മട്ടിൽ ആ അമ്മപ്പക്ഷി അതിനെ ചേർത്ത് പിടിക്കുന്നു. അല്ലാഹു അതേ പ്രയോഗിക്കുന്നത് വഖ്ഫിർ ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, റഹ്മത്തിന്റെ ചിറകുകൾ, വാത്സല്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ ആ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി വിരിച്ചു കൊടുക്കണം. അവർ ആ സ്നേഹത്തിന്റെയും സ്വാന്തനത്തിന്റെയും ആ വാത്സല്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ചിറകുകൾക്ക് മുകളിൽ അവർ സന്തോഷിച്ച് തിമിർക്കട്ടെ. വിശുദ്ധ ഖുർആൻ. അവരങ്ങ് സന്തോഷിക്കട്ടെ, അവരങ്ങ് ആനന്ദ പുളകിതമാവട്ടെ. മക്കളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ചിറകുകൾക്ക് മുകളിൽ. ഖുർആന്റെ വാക്കാണ്, ഖുർആന്റെ രസകരമായ അവർണ്ണനീയമായ ഖുർആന്റെ പ്രയോഗങ്ങളാണ്. ആ കാരുണ്യത്തിന്റെ ചിറക്. അതിനപ്പുറം എന്താ മാതാപിതാക്കളെ കുറിച്ച് ഖുർആൻ പറയേണ്ടത്? പറഞ്ഞ് മേലെ മുതൽ അള്ളാഹുവിന്റെ തൗഹീദിനോട് മാതാപിതാക്കളോട് ഇഹ്സാനുമായിട്ട് കണക്ട് ചെയ്ത് അള്ളാഹു സംസാരിച്ചു തുടങ്ങി. അള്ളാഹു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹു എവിടെ എത്തി? നിങ്ങൾ വാത്സല്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കണം. അവർക്ക് എവിടുന്നും ഒരു പ്രയാസം ഉണ്ടാക്കാൻ നിങ്ങൾ അനുവദിക്കരുത് മക്കളെ, അനുവദിക്കരുത്. എന്നിട്ടല്ലേ പുറത്തുള്ള ഒന്നും നിങ്ങളുടെ മാതാപിതാക്കൾ കേൾക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. എന്നിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാവരുത്. എന്തിനാ വാത്സല്യത്തിന്റെ ചിറക്? നിങ്ങളെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും ചുറ്റുപാടുകളിൽ നിന്ന് ഉണ്ടാവരുത്. ആ രൂപത്തിൽ അവർക്ക് എന്താണോ വേണ്ടത്, അവരുടെ ഏറ്റവും നല്ല അവസ്ഥക്ക് ഞാൻ എന്ത് ചെയ്യണമോ എന്ന് തീരുമാനിച്ച് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും നിങ്ങൾ അവർക്ക് നൽകണം. നമ്മൾ സ്വന്തം മാതാപിതാക്കളെ ചെയ്യുന്നത് വിദൂരം. ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. പോരാ, ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തോ, എന്നാലും പോരാ. അള്ളാഹു നിർത്തിയില്ല. അള്ളാഹു അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആനിൽ. ഈ ആയത്തുകൾക്ക് അള്ളാഹു വിരാമം കുറിക്കുന്നു. എങ്ങനെ? വഖുർ റബ്ബിർഹംഹുമാ وقل رب ارحمهما كما ربياني صغيرا واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. മക്കളെ, നിങ്ങൾ ഇതൊക്കെ ചെയ്തോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചവരാണോ നിങ്ങൾ? പോരാ, അതുകൊണ്ട് തീരുന്നില്ല. നിങ്ങൾ ഇതും കൂടി ചെയ്യണം. വഖുൽ, നിങ്ങൾ പറ, നിങ്ങൾ അല്ലാഹുവോട് നിങ്ങൾ പറ. നിങ്ങളെ പോറ്റി വലുതാക്കി നിങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പറയണം. എന്ത് പറയണം? റബ്ബിർഹംഹുമാ, എന്റെ റബ്ബേ, എന്റെ ഉപ്പാനോട് ഉമ്മാനോട് നീ കരുണ കാണിക്കണേ അല്ലാ. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ. നിന്റെ കോപത്തിന്റെ രീതി നീ എന്റെ ഉപ്പാനോട് ഉമ്മാനോട് നീ കാണിക്കല്ല അല്ലാ. നിന്റെ ശക്തമായ ശിക്ഷയുടെയും ഫിത്നയുടെയും അദാബിന്റെയും രീതി എന്റെ ഉപ്പാനോട് ഉമ്മാനോട് നീ കാണിക്കല്ലേ അല്ലാ. റബ്ബിർഹംഹുമാ, അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ. അവരുടെ വിഷയത്തിൽ നീ കാരുണ്യമുള്ളവനാവണേ അല്ലാ. അവരുടെ എല്ലാ കാര്യത്തിലും നിന്റെ റഹ്മത്ത്, നിന്റെ വിശാലമായ കാരുണ്യം അവരെ നീ പൊതിയണേ അല്ലാ. ഇന്ന് മക്കളെ, നിങ്ങൾ അള്ളാനോട് പറയണമെന്ന് പഠിപ്പിക്കുന്നതാരാ? അല്ലാഹ്. റബ്ബിർഹംഹുമാ, എങ്ങനെ? അള്ളാഹ് പഠിപ്പിക്കാണ് വാക്കുകൾ. കമാ റബ്ബയാനി സഗീറാ, ഹേ അല്ലാഹ്, ഈ എന്റെ ഉപ്പയും ഉമ്മയും എന്നെ ചെറിയ പ്രായത്തിൽ എന്നെ പോറ്റിയതുപോലെ, എന്നെ പരിചരിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ. അതാർക്കെങ്കിലും പഠിപ്പിക്കണോ?
20 വയസ്സുള്ളവൻ 25 വയസ്സിന് 30 വയസ്സുള്ളവനോട് ആരെങ്കിലും പറഞ്ഞെടുക്കണോ നിനക്ക് 1 വയസ്സുണ്ടായിരുന്നു മുമ്പ്, നിനക്ക് മുമ്പ് 1 വയസ്സായിരുന്നു 20 എനിക്കിപ്പോ 20 വയസ്സുള്ളത് ബോധ്യമുള്ളവനോട് നീ ഇന്നലെ 20-ലെത്തിയതാ? അല്ല, നിനക്ക് 1 വയസ്സുണ്ടായിരുന്നു, നിനക്ക് 1.5 വയസ്സായിരുന്നു, പിന്നെ നിനക്കത് 2 വയസ്സായി, നിനക്കത് 3 വയസ്സായി. ഈ ഒരു കാലഘട്ടം നീ കഴിഞ്ഞു വന്നവനാണ്. നിനക്കറിയുമോ നിന്റെ 1-ാമത്തെ വയസ്സിനെ കുറിച്ച്, 1 വയസ്സാകുന്നതിനെ കുറിച്ച്? പ്രസവിച്ച ഉടനെ ഉപ്പാന്റെ ഉമ്മാന്റെ ഈ കയ്യിൽ ചോരക്കുഞ്ഞായ നിന്നെ കുറിച്ച് നിനക്കറിയോ? അല്ലെ, ഖുർആൻ പ്രയോഗിച്ച കമാ റബ്ബയാനി സഗീറ, അല്ലാഹ് എന്നെ ചെറിയ പ്രായത്തിൽ എന്നെ ഇവര് പരിചരിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ നിർവ്വഹണം ഉപ്പയുമ്മയാണ്. അല്ലെങ്കിൽ ഒരാളും ഇന്ന് കാണൂല, നമ്മൾ ഇരിക്കുന്ന നമ്മളുണ്ടാവില്ല. അവൾ ഉപ്പ നോക്കിയിട്ടില്ലെങ്കിൽ, ഉമ്മ നോക്കിയിട്ടില്ലെങ്കിൽ, ഉപ്പ ശ്രദ്ധിച്ചില്ലെങ്കിൽ പട്ടിണി കടന്നു പോയനെ, ഉമ്മ ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെങ്കിലും വീണ് അടിച്ച് തീർന്നു പോയനെ. അല്ലാഹു അക്ബർ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 വ്യക്തികൾക്ക് ആ സ്ഥാനം നൽകി. ആ വ്യക്തികൾക്ക് ആ സ്ഥാനം അല്ലാഹു സ്ഥിരീകരിച്ചു. അതിനെ മികക്കാൻ ഇനി ഒരു പ്രത്യാശാസ്ത്രവുമില്ല. ഇനി അതിനെ മികക്കാൻ ഒരു സൈക്കോളജിസ്റ്റിന് വരാനില്ല. ഇനി അതിനെ മികക്കാൻ ഏതെങ്കിലും ഒരു ചിന്താധാരയിൽ വരാനില്ല. അത് അല്ലാഹു അവർക്ക് നൽകിയ സ്ഥാനമാണ്. ഇനി അവരെത്ര മോശമുള്ള ആളാണെങ്കിലും ശരി, ഒരു സ്വഭാവപരമായിട്ട് അവർ എത്ര പോരാ എന്നാലും ശരി, മാതാപിതാക്കളോട് മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കടമകൾ നിർബന്ധമാണ്. എൻ്റെ ഉപ്പ ഇങ്ങനെയാണ്, എൻ്റെ ഉമ്മ അങ്ങനെയാണ്, അത്ര മോശമാണ്, അല്ലെങ്കിൽ സ്വഭാവം കൊണ്ട് അവരത് അല്ലാഹ് ആയിക്കോട്ടെ. ഉപ്പ എന്ന നിലക്ക് ഞാൻ എങ്ങനെ, അതാണ് അല്ലാഹ് ഇവിടെ പറഞ്ഞത്. ഒരു മനുഷ്യൻ എന്ന നിലക്ക്, അള്ളാഹുവിന്റെ അടിമ എന്ന നിലക്ക് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ശരി, അത് അള്ളാഹുമായിട്ട് അവർ ചെയ്യുന്ന ക്രൂരത അത് അള്ളാഹു അവർക്ക് കൊടുത്തോളും. ഇനി ആ രൂപത്തിൽ ക്രൂരത ഉള്ള മാതാപിതാക്കളുണ്ട് എങ്കിൽ അത് അവരും അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. നിനക്കത് ഉപ്പയാണ്, നിനക്കത് ഉമ്മയാണ്. നിനക്കവരോട് തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറാൻ, സംസാരിക്കാൻ നിനക്ക് അനുവാദമില്ല. പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ അനുവാദം നൽകിയിട്ടില്ല. ഒരു സഹാബി വന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇടപഴകേണ്ട ആരോടാണ്? ആരെ കൂടെ കഴിയണം? ഞാൻ ആരെ കൂടെ കഴിയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മുക്ക്, നിന്റെ ഉമ്മാന്റെ കൂടെ. നിന്റെ ഉമ്മാന്റെ കൂടെയാണ് നീ എപ്പോഴും കൂടാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനാണ് പ്രിയപ്പെട്ടവരെ, ഉമ്മയും നമ്മളെ കൂടെ വേണം എപ്പോഴും. ഇപ്പോഴത്തെ സ്റ്റൈൽ എന്താന്ന് വെച്ചാൽ മാപ്പിളയും കൂടെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ. പലപ്പോഴും സാഹചര്യങ്ങൾ അങ്ങനെ ആക്കുന്നു എന്നുള്ളത് വേറെ, പക്ഷെ നമ്മൾ ആഗ്രഹിക്കണം എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ കൂടെ. പ്രിയപ്പെട്ടവർ, ഉപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കൽ പുണ്യമാണ്. പാപങ്ങൾ മാപ്പാക്കി കിട്ടാൻ ആ ഉമ്മാക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കല്, ആ ഉപ്പാക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കല്, ഉപ്പ നടന്നു വരും ഉപ്പര ചെരുപ്പെടുത്ത് ഉപ്പാര മുമ്പിൽ വെച്ചുകൊടുക്കല്, നമ്മൾ ചെയ്യുന്ന തിന്മകൾ മാപ്പാക്കാൻ ഏറ്റവും ലളിതമായ അവസ്ഥകളാണ് അതൊക്കെ. നമ്മൾ വേറെ എന്തൊക്കെയോ നന്മകൾ ചിന്തിക്കല്ലേ. സ്വന്തം ഉപ്പയും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ, ഒരു മനുഷ്യന്റെ കൂടെ, ഒരു മകന്റെ കൂടെ ഉപ്പയും ഉമ്മയും ജീവിക്കുന്നുണ്ട് എങ്കിൽ അവൻ ദിവസം മുഴുവനും നന്മയില്ല. അവൻ വീട്ടിൽ സാധനമായിക്കൊണ്ടൊന്നും ആയിരിക്കാം, ഉപ്പയും വീട്ടിലുണ്ട്. അവൻ എന്ത് ചെയ്യുമ്പോൾ ആയിരിക്കാം, ഉപ്പയും വീട്ടിലുണ്ട്. അവന്റെ ഭാര്യ എന്ത് പണിയെടുക്കുമ്പോൾ ആയിരിക്കും ഉണ്ടാക്കുന്നത്, ഉപ്പാക്കും ഉമ്മാക്കും. ജീവിതം മുഴുവനും നന്മയിലാവാൻ ഒരു കാര്യം ചെയ്താൽ മതി, ഉപ്പാനും ഉമ്മാനും വീട്ടിൽ വെച്ചാൽ മതി. ഉപ്പാനും ഉമ്മാനും വീട്ടിൽ വെച്ചാൽ മതി. ഐശ്വര്യമുള്ള വീടായി മാറും, ബർക്കത്തുള്ള വീടായി മാറും. കാരണം ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ കാരുണ്യം അവന്റെ വീട്ടിലാണ്ട് ഉപ്പാനും ഉമ്മാനെ നിർത്തിയിട്ടും പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പാക്കും ഉമ്മാക്കും പ്രായം, ഇടയ്ക്ക് അസുഖം വരും, ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വരും, അങ്ങനെ കുറെ പൈസ അവിടെ ചെലവാകും. മനസ്സ് നിറഞ്ഞ് ചെയ്യണം. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താ വീട്ടിലൊന്നും ഭക്ഷണത്തിന് എന്താ ഒന്നുമില്ല, എന്താ പോയി മീൻ വാങ്ങിക്കൊണ്ടിരാണ്, അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കൊണ്ടിരാണ്, ആയിരിക്കാം, ഉപ്പയും വീട്ടിലുണ്ട്. ചെറിയ സംഗതി അല്ല അത്. അള്ളാഹു ഈ രൂപത്തിൽ വാചാലമായ 2 വ്യക്തിത്വങ്ങളാണ് ഭൂമിയിലുള്ളത്. അതുകൊണ്ട് ആരുടെ അടുക്കൽ അവർ ജീവിച്ചിരിപ്പുണ്ടോ അവരോട് എങ്ങനെയൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ, ആ രൂപത്തിലൊക്കെ പ്രിയപ്പെട്ടവരെ നന്മ ചെയ്യാ. നഷ്ടപ്പെടും മുമ്പ്, നഷ്ടപ്പെട്ടതിന് ശേഷം കുറെ സ്റ്റാറ്റസ് ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ സിസ്റ്റം, ഇപ്പോഴത്തെ സ്റ്റൈൽ അതാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഭയങ്കര പക്ഷെ ഉമ്മാനെ നോക്കാത്ത, ഉപ്പാനെ നോക്കാത്ത, ഉമ്മ വിളിച്ചാൽ കേൾക്കാത്ത, ഉപ്പ വിളിച്ചാൽ കേൾക്കാത്ത, ഉപ്പ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കാത്ത, ഉപ്പ മരിച്ച ഉപ്പാനെ കുറിച്ചുള്ള പാട്ട് ഫുള്ള് സ്റ്റാറ്റസ്, ഉമ്മാനെ കുറിച്ചുള്ള സ്റ്റാറ്റസ്, ഇവിടുന്ന് ഉമ്മാനെ കുറിച്ച് ഉപ്പാനെ കുറിച്ചൊക്കെ ആരെങ്കിലും ഏതെങ്കിലും ഉറക്കത്തെ എഴുതിയതൊക്കെ എടുത്തിട്ട് പോസ്റ്റ്. ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് നന്മ ചെയ്യാത്തവൻ, അവരോട് ക്രൂരമായി പെരുമാറുന്നവൻ, അവരോട് ധിക്കാരം കാണിക്കുന്നവർ, അവരോട് തോന്നിവാസ്യമായി പെരുമാറുന്നവൻ,
അവർ മരിച്ചതിന് ശേഷം അവരെ കുറിച്ച് കിട്ടുന്ന പോസ്റ്റൊക്കെ സ്റ്റാറ്റസ് ഇട്ടൊന്നും അവര് വലിയ നന്മയുള്ളവരായി മാറൂല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോൾ അവരോട് കാരുണ്യം കാണിക്കണം. ഇത്രയും പറഞ്ഞ ഖുർആൻ, ഇത്രയും ആ മാതാപിതാക്കളോട് ചെയ്യാൻ പറഞ്ഞ ഖുർആൻ, പിന്നെ ആ മാതാപിതാക്കളോട് തെറ്റി നടക്കുന്നവന്റെ അവസ്ഥ ആലോചിച്ചു. ആ മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്നതിന്റെ അവസ്ഥ. ഒരു മുസ്ലിമായ സഹോദരനോട് 3 ദിവസത്തിലധികം നിങ്ങൾ പിണങ്ങി നടക്കരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം. ഉമ്മാനോട് സംസാരിച്ചിട്ട് കുറേ നാളായി, ഉപ്പാനോട് തെറ്റിയിട്ട് കുറേ നാളായി, അവൻ ഓരോ നിമിഷവും അവൻ അകപ്പെട്ടിരിക്കുന്ന പാപത്തിന്റെ കടുപ്പാലോചിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അക്ബറുൽ കബായിർ പറഞ്ഞിരട്ടെ, വൻപാപങ്ങൾ പറഞ്ഞിരട്ടെ? സഹാബി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയെ പറ. എന്നിട്ട് അതാണ് റസൂൽ ഒന്നാമത് എണ്ണി അശ്ശിർക്കു ഫില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കുക. അശ്ശിർക്കു ഫി ഇബാദത്തില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കുക. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കൽ, മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കൽ വൻപാപമാണ്. പുറത്ത് മോശമായിട്ട് നടക്കുന്നവനെ കുറിച്ച് ഭയങ്കര ഡയലോഗ് അടിക്കുന്നവൻ, വീട്ടിൽ ഉമ്മാക്ക് ഒരു സൗകര്യം കൊടുക്കാത്തവൻ. നമ്മൾ ഓരോന്നിനും അതിന്റെ ഖദറിൽ മനസ്സിലാക്കണം. ഓരോ തിന്മയെയും ആ തിന്മന്റെ അളവനുസരിച്ച് മനസ്സിലാക്കണം. ഉമ്മാനോട് മോശമായിട്ട് അതും ഇത് പറഞ്ഞ് ഉമ്മാന്റെ മുഖത്തൊക്കെ ചീത്തയും പറഞ്ഞ് ഉമ്മ കരയാണ് വീട്ടില്. ഉമ്മ വീട്ടില് കരയാണ്. എന്താ കാരണം? മോൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ ദുരന്തം, ഒരു മകന്റെ വായിൽ നിന്നും ചില വാക്കുകൾ കേട്ടിട്ട് ഉമ്മ കരയാ, ഉപ്പ കരയാ, ഉപ്പ വല്ലാതെ പ്രയാസപ്പെട്ട് വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്താ കാരണം? മോൻ എന്തൊക്കെയോ വന്നിട്ട് പറഞ്ഞിട്ട് പോയി, മോൾ എന്തൊക്കെയോ വന്ന് പറഞ്ഞിട്ട് പോയി. ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ദുരന്തം. ഈ രൂപത്തിൽ അള്ളാഹു ഉപ്പാനോടും ഉമ്മാനോടും നന്മ ചെയ്യണമെന്ന് വാചാലമായതിനു ശേഷം ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ ദുരന്തം മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറുന്നവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. പറയുന്നതോടൊപ്പം അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല നന്മകൾ ചെയ്യാനും നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ നന്മകളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمسلمات واستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.